ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയുടെ കിടിലം പെർഫോമൻസോടെ വിശ്വത്തിന് ജാമ്യമൊക്കെ കിട്ടി കേസെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിശ്വത്തിൻ്റെ അടുക്കൽ ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുകയും നിങ്ങളെ ഇല്ലാത്ത കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്ത ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയണമെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വം ഒരു പരാതി ഉള്ളതായി പറയുന്നില്ല. അങ്ങനെ നമ്മുടെ വിശ്വത്തിനെ ജഡ്ജി തന്നെ സ്വയം ശ്രീകാന്തിനെ ഇതാക്കുകയാണ്. ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, അവിശ്വസനീയമായി നിങ്ങൾ ഈ ചെയ്തതാണ്, അപ്പം നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടണം. ഈ വിശ്വത്തിന് ഇതുവരെ കോടതിയിൽ ചിലവായ എല്ലാ തുകയും അതിനോടൊപ്പം വിശ്വത്തിന് നിങ്ങളുടെ കമ്പനിയിൽ ഇത്രയും നാൾ കൊടുത്ത സാലറി എത്രയാണോ അത് മുഴുവനായി ഒരുമിച്ച് കൊടുക്കുകയും വേണം. അതുമാത്രമല്ല ശ്രീകാന്ത് കോടതി വിട്ടു പോകുന്നതുവരെ ഇവിടെ നിൽക്കുകയും വേണം. ഇതാണ് കോടതി ശ്രീകാന്തിന് വിധിക്കുന്ന ശിക്ഷ. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് ഭയങ്കരമായി സന്തോഷമൊക്കെ തോന്നുകയാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് നിൽക്കുന്ന അടുത്തേക്ക് നമ്മുടെ വേദ നടന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് ഒരു മറുപടിയും പറയാതെ നടന്നങ്ങനെ പോവുകയാണ്. അപ്പോഴ് നമ്മുടെ വിക്രം വന്നിട്ട് അളിയോ എന്നും പറഞ്ഞ് വന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ വേദ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രം ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വേദ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണെന്ന് അങ്ങനെ നോക്കിയിട്ട് പിന്നെ അവിടെ ആ ശ്രീകാന്തും വിക്രമും കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഈ വേദയും വിക്രമും കൂടെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കയറിയിട്ട് ഓരോ പരിശോധന നടക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്തും ഒരു പെണ്ണുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമ്മുടെ വിക്രത്തിന് കിട്ടുകയാണ്. വിക്രം ഈ ഫോട്ടോ വേദ കാണാതെ തന്നെ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേദ കോടതിയിൽ വരുന്നതും ഇങ്ങനെയെല്ലാം മറിമായങ്ങൾ നടക്കുന്നതൊക്കെ കാണുന്നത്. പക്ഷേ വിക്രം രാവിലെ തന്നെ ശ്രീകാന്തിനെ ചെന്ന് കാണുകയാണ്. ശ്രീകാന്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വർഷയാണ് വന്ന് കതക് തുറക്കുന്നത്. വർഷ വന്ന് കതക് തുറക്കുമ്പോൾ ഏട്ടത്തി അളിയനില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം നമ്മുടെ ശ്രീകാന്ത് അളിയോ എന്ന് കിടന്ന് വിളിക്കണം. അപ്പോൾ ശ്രീകാന്ത് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് നീ എന്താടാ രാവിലെ ഇവിടെ എന്നിങ്ങനെ ചോദിക്കണം. അത് പെട്ടെന്ന് എനിക്ക് നിങ്ങളെ കാണേണ്ട ഒരു ആവശ്യം വന്നു, അങ്ങനെ വന്നതാണ് എന്ന് പറയും. നീ അങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്, എന്ത് വന്നിരുന്നാലും വിശ്വേട്ടൻ്റെ ജാമ്യം കിട്ടിയതിന് ശേഷമേ ഇനി മുഖാമുഖം കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതിനേക്കാളും ഇപ്പോൾ വിശ്വേട്ടൻ്റെ കേസൊക്കെ ഞാൻ വിട്ടു, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ ഓഫീസിൽ കയറി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈ നമ്പറുകളും നമ്മുടെ വിക്രം ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അപ്പം നീ ഓഫീസിൽ കയറിയോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ ശ്രീകാന്തിൻ്റെ അടുക്കൽ പറയുന്നുണ്ട്, ഇന്ന ലൈനിൽ ഇന്ന റൂട്ടിൽ ഇന്ന ഫ്ലാറ്റിൽ ഇന്ന നമ്പറിൽ താമസിക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് സംഭവം കറക്റ്റ് മനസ്സിലായി. വിക്രത്തിൻ്റെ കയ്യിൽ ഇത് പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീകാന്ത് വർഷ കേൾക്കാതിരിക്കാൻ വേണ്ടി വിക്രത്തിനെ തൂക്കിയെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് അവൻ്റെ കാല് പിടിക്കും പോലെ തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും പുറത്ത് ആരോടും പറയരുത്, വേദയോട് പോലും ഒന്നും പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം പറയുന്നുണ്ട്, ശരി ഞാൻ എല്ലാം മറച്ചു വയ്ക്കാം, പക്ഷേ വിശ്വേട്ടനെതിരെ നിങ്ങൾക്ക് കേസില്ല എന്നുള്ളത് നിങ്ങളും കോടതിയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവർ തമ്മിൽ പിരിയുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് എന്തായിരുന്നാലും മുട്ടനൊരു പണി തന്നെ നമ്മുടെ വിക്രമിന് കൊടുത്ത് വിക്രമിൻ്റെ കയ്യിൽ എത്താൻ പാടില്ലാത്ത തെളിവുകൾ തന്നെ ശ്രീകാന്തിൻ്റേത് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കോടതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിക്രത്തിനെയും ശ്രീകാന്തിനെയും കാണിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിക്രം ആ ഫോട്ടോ എടുത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ വെച്ച് തീർന്നു, ഇനി നീ എപ്പോഴെങ്കിലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എതിരെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പദ്ധതിയുമായിട്ട് വന്നാൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് മൊത്തം അങ്ങ് പ്രചരിപ്പിക്കും. എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിപ്പിക്കരുത്. ഇപ്പോൾ നിൻ്റെ പെങ്ങൾ കരുതിയിരിക്കുന്നത് അവൾ ആ പണം അവിടെ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഈ കേസ് വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശ്രീകാന്തും വിക്രമും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രമിൻ്റെ അടുക്കലെത്തുമ്പോൾ നിങ്ങളെന്താ തമ്മിൽ ഒന്നുമില്ല, കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെന്തോ കൊടുക്കുന്നത് കണ്ടല്ലോ, അത് വിശ്വേട്ടനെതിരെ ഒരു സമൻസ് വന്നല്ലോ, അത് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി നമുക്കെന്തിനാ അത്, അവരൊക്കെ അവിടെ കാത്തിരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വേദയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ വേദയുടെ മനസ്സിൽ നല്ല രീതിയിൽ സംശയം വിക്രത്തിനെതിരെ ഉണ്ട്. കാരണം ഈ വിക്രത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു തുറുപ്പ് ചീട്ട് കിട്ടിയിട്ടുണ്ട്. ആ തുറുപ്പ് ചീട്ട് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താണ് വിശ്വേട്ടൻ്റെ കേസിൽ നിന്ന് ശ്രീകാന്ത് ഏട്ടനെ പിന്മാറ്റിയത് എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ അടുത്ത കാണിക്കുന്നത് അവർ നേരെ നമ്മുടെ ശ്രീജയും സുധാകരൻ മാഷും
വിശ്വവും കൂടെ ഒരു ഓട്ടോയിൽ വീട്ടിലെത്തുകയാണ്. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ വിശ്വ ഇങ്ങനെ വീട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുകയാണ്, എന്താടാ നീ നോക്കി നിൽക്കുന്ന, വീടിനെയൊക്കെ ആദ്യമായി കാണുന്നത് പോലെ, അത് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സുധാകരൻ മാഷ് അകത്തോട്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വേദയും വിക്രമും കൂടെ അവിടെ എത്തുകയാണ്. അപ്പോൾ വേദയെ കാണുമ്പോൾ വിശ്വം വീണ്ടും ചെന്ന് നന്ദി പറയണം. അപ്പോൾ പറയും, അതൊന്നും സാരമില്ല വിശ്വേട്ട, എനിക്ക് എങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എന്ന് പറയും. അപ്പോൾ സുധാകരൻ മാഷ് പറയും, നീ സത്യത്തിന് വേണ്ടി പോരാടിയെങ്കിലും എതിർഭാഗത്ത് നിന്നത് നിൻ്റെ വീട്ടുകാരാണ്, അതും നീ മറന്നില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നന്ദി പറയണം. എന്നിട്ട് അവർ അകത്തേക്ക് കയറണം. അടുക്കളയിൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ നന്ദിനി അവിടെ നെയിൽ പോളിഷൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടിരിക്കുകയാണ്. വിശ്വേട്ടനെ കണ്ടത്, വിശ്വേട്ടൻ വന്നോ എന്നും ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്, വിശ്വേട്ടൻ വരില്ലെന്ന് കരുതിയോ? അങ്ങനെയല്ല, ഞാനൊന്ന് ഇതിൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ വിശ്വൻ ചോദിക്കുന്നുണ്ട്, വിനായകനില്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്, വിനായകനൊന്ന് വിളിക്കൂ. അതിനെന്താ, ഞാൻ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് നന്ദിനി ചാടിത്തുള്ളി പോവാണ്. ആ സമയം നമ്മുടെ കമല വരികയും വിശ്വത്തിനെ കാണുകയും അവിടെ ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ കാണും. അപ്പം നമ്മുടെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇതെല്ലാം വേദയുടെ മിടുക്ക് കൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വേദ പറയും, അത് എൻ്റെ മിടുക്കല്ല എന്നിങ്ങനെ പറഞ്ഞു വരുന്നതും നമ്മുടെ വിക്രം തിരിച്ച് പെട്ടെന്ന് വിഷയം മാറ്റിയാണ്, വിശ്വട്ട അവിടെ പോലീസിൻ്റെ ഉപദ്രവം വല്ലതും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കണം. അങ്ങനെയൊന്നും ഇല്ലടാ, എന്നാലൊരു 2-3 ദിവസം കൂടെ അവിടെ കിടക്കേണ്ടി വന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചന്. എന്നാലും നീ ഇത്രയും കൊല്ലം ഇത് എങ്ങനെയാടാ സഹിച്ച് അതിനകത്ത് കിടന്നത്, നിന്നെ സമ്മതിക്കണം എന്നൊക്കെ പറയണം. ആ സമയത്താണ് നമ്മുടെ വിനായകൻ അങ്ങോട്ട് വരുന്നത്. വിനായകൻ വരുന്നതും വിശ്വട്ടൻ വന്നോ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതായിരുന്നു, പക്ഷേ എനിക്ക് രാവിലെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വൻ ചോദിക്കണം, എടാ ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ വെച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാനിവിടെ ജോലിക്കും പോകാതെ തിന്നാനിരുന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്താ വിശ്വട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ എന്ന് പറയും. ഇല്ല എന്ന് പറയുന്നതും വിശ്വ ഒരൊറ്റ അടി നമ്മുടെ വിനായകൻ അങ്ങ് കൊടുക്കുകയാണ്. വിനായകൻ അങ്ങ് അന്താളിച്ച് പോകണം. എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്, ഇതെന്ത് പറ്റിയെന്നുള്ളത്. നീ അറിഞ്ഞുകൊണ്ടല്ലേടാ എന്നെ ചതിച്ചത് എന്നിങ്ങനെ ചോദിക്കണം. നീ എന്നെ ജോലിക്ക് വിട്ടതിൻ്റെ കാര്യം ശരി, ഞാൻ അത് മറക്കുന്നു, പക്ഷേ നിനക്ക് അറിയാമായിരുന്നില്ല അത് ശ്രീകാന്തിൻ്റെ അമ്മായി അച്ഛൻ്റെ ചിട്ടിയാണെന്ന്, അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേടാ നീ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ നന്ദിനിയും കൂടെ ഇതിൻ്റെ ഇടയിൽ കയറി പിടിച്ച്, അയ്യോ അങ്ങനെയൊന്നും അല്ല വിശ്വേട്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വിനായകൻ നന്ദിനിയുടെ തലയിൽ കൈവച്ച്, ഒരു തെറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, ഇവളാണ് സത്യം എന്ന് പറഞ്ഞാൽ നന്ദിനിയുടെ കയ്യിൽ വയ്ക്കുന്നത്. നന്ദിനി പെട്ടെന്ന് കൈ പിടിച്ച് മാറ്റുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി ഏട്ടത്തിയുടെ തല പൊട്ടിത്തെറിച്ച് പോകുന്ന വല്ല പേടിയുണ്ട്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നീ ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരമൊന്നും വേണ്ട മോനെ, നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അമ്മ ആഹാരം എടുക്കുക എന്ന് പറയണം. അങ്ങനെ നമ്മുടെ വിശ്വവും ശ്രീജയും കൂടെ മുറിക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിശ്വം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കേസിൽ നിന്ന് ഊരി വരുമെന്ന്, വേദയുടെ ഒരൊറ്റ ആളുടെ മിടുക്ക് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ശ്രീജയും പറയുന്നു, അതെ, ആദ്യത്തെ ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവളോടൊരു ചെറിയ നീരസം തോന്നി, പക്ഷേ ഇപ്പോഴാണ് അവൾ ചെയ്തതാണ് ശരിയെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് ആകെ ഭയമായിരുന്നു, എൻ്റെ മോളുടെ സ്കൂളിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ എന്നൊക്കെ ഉള്ള ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആ ഒരു ചെറിയ സിറ്റുവേഷനോട് കൂടി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദ വിക്രമിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഞാൻ അറിയാത്ത കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നുള്ള രീതിയിൽ വേദ വിക്രമിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിൽ വീഡിയോ കാണാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പുതിയ ആൾക്കാരായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നിങ്ങളുടെ വിമർശനങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.